أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. طه ما أنزلنا عليك القرآن لتشقى إلا تذكرة لمن يخشى. സല്ലല്ലാഹു സൂറത്തു ത്വാഹയിലെ 1, 2, 3 ആയത്തുകൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അർ-റഹ്മാനും അർ-റഹീമുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ, അഥവാ നാമത്തിൽ അല്ലെങ്കിൽ നാമം കൊണ്ട് ആരംഭിക്കുന്നു എന്നർത്ഥം. ബിസ്മിയുടെ വിശദീകരണം നമ്മൾ എപ്പോഴും വളരെ വിശദമായി പറഞ്ഞു കഴിഞ്ഞതാണ്, ആവർത്തിക്കുന്നില്ല. അർ-റഹ്മാൻ എന്നതിൻ്റെ വിശദീകരണം ഇവിടെ തന്നെ താഴെ വരുന്നുണ്ട്, ബാക്കി അവിടുന്ന് പറയാവുന്നതാണ്. പരിശുദ്ധ ഖുർആനിൽ 4 ബിസ്മിയുണ്ട്. ഒന്ന് ഇഖ്റ ബിസ്മിയാണ്. മനുഷ്യാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യരോടും അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബുവത്തിലൂടെ സംസാരിക്കാൻ തുടങ്ങുകയാണ്. ആദ്യം പറഞ്ഞത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നാണ്. അതുപോലെ സുലൈമാൻ അലൈഹിസ്സലാം ബൽക്കീസ് രാജ്ഞിക്ക് അയക്കുന്ന കത്ത് ഇന്നഹു മിൻ സുലൈമാന വ ഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ കപ്പൽ സഞ്ചരിക്കുന്നത് ബിസ്മില്ലാഹി മജ്റേഹ വ മുർസാഹ. പിന്നെ നമ്മളെ ബാധിക്കുന്ന ഒരു ബിസ്മിയുണ്ട്, വലാ തഅ്കുലു മിമ്മാ ലം യുദ്കരിസ്മുല്ലാഹി അലൈഹി വ ഇന്നഹു ലഫിസ്ഖുൻ. പിന്നെ 5-മത്തേതായി അസാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമാകുന്ന ഒരു ബിസ്മിയുണ്ട്. അത് സൂറത്തു തൗബയുടെ തുടക്കത്തിൽ പറയാതിരുന്ന ബിസ്മിയാണ്. 6-മത്തേത് പരിശുദ്ധ ഖുർആനിൽ 114 സൂറത്തുകളിൽ 113ൻ്റെയും തലക്കൽ അല്ലാഹു തആല ചേർത്ത് വച്ചിരിക്കുന്ന ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതാണ്. സൂറത്തുൽ ഫാത്തിഹയിലെ ഒരായത്താണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബാക്കി സൂറത്തിലൊക്കെ തുടക്കത്തിൻ്റെ ഒരു അടയാളം മാത്രമാണ്, അതിൻ്റെ ഉള്ളടക്കത്തിൽ പെട്ടതല്ല. ഇതാണ് ബിസ്മിയെക്കുറിച്ച് ചുരുക്കത്തിൽ പറയാനുള്ള കാര്യം. ബാക്കിയുള്ളതൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞു കഴിഞ്ഞതാണ്. ത്വാഹ എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം പറയാൻ കഴിയുക. എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് യഥാർത്ഥത്തിൽ അറിയുക അള്ളാഹുവിന് മാത്രമാണ്. അക്ഷരക്കൂട്ടങ്ങൾ, ഹുറൂഫുൽ മുഖത്തഅത്ത് എന്നാണ് പറയുക. ഒരുപാട് സൂറത്തുകളുടെ തലക്കൽ ഒറ്റക്ഷരമുള്ളത്, 2 അക്ഷരമുള്ളത്, 3, 4, 5 ഇങ്ങനെ ഉള്ള വ്യത്യസ്തമായ അക്ഷരക്കൂട്ടങ്ങളെ കാണാൻ കഴിയുന്നതാണ്. എന്തിനാണ് അത് എന്ന് സഹാബികളോ എതിരാളികളോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചതായ സഹിയായ ഒരു രേഖയും ഇല്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നത് ഈ സൂറത്തിൻ്റെ ആദ്യ ഭാഗം കേട്ടിട്ടാണ്. അപ്പോൾ അദ്ദേഹം പോലും എന്താണ് ഈ ത്വാഹ എന്ന് പറഞ്ഞാൽ എന്ന് ചോദിച്ചില്ല. പകരം എത്ര നല്ല വാചകങ്ങൾ എന്ന് പറയുകയാണ് ചെയ്തത്. അങ്ങനെ എതിരാളികൾക്കും അനുകൂലികൾക്കുമൊക്കെ ഏതോ നിലക്ക് സ്വീകാര്യമായിരുന്നു ഇത്തരം അക്ഷരങ്ങളുടെ പ്രയോഗം എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് അത് എന്താണ് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ എന്നാണ് ഉറപ്പിച്ചു പറയാൻ കഴിയുന്നത്. അതിനുശേഷം പല പണ്ഡിതന്മാരും അവരവരുടേതായ ഊഹങ്ങൾ ഈ വിഷയത്തിൽ നടത്തിയത് കാണാൻ കഴിയും. ത്വാഹ എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗം അറബികളുടെ ഭാഷയാണ്. അതിൽ യാ ഹബീബി എന്ന് വിളിക്കുന്നത് പോലെ ഉള്ള ഒരു വാക്കാണ്, അല്ലെങ്കിൽ യാ റജുൽ എന്ന് വിളിക്കുന്നത് പോലെയാണ്. ഇങ്ങനെയൊക്കെയുള്ള വ്യാഖ്യാനങ്ങൾ കാണാൻ കഴിയും. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരാണ് ത്വാഹ എന്നത് പരക്കെ ഉപയോഗിക്കുന്നുണ്ട്. ത്വാഹ റസൂലുള്ളാഹി
എന്നൊക്കെ പ്രഭാഷകന്മാർ സാധാരണ പറയാറുണ്ട്. പക്ഷെ അതൊക്കെ അതിനൊന്നും യാതൊരു അടിത്തറയുമില്ല, അഥവാ അതാണ് എന്ന് ഉറപ്പൊന്നുമില്ല. ആകാം, ആകാതെയും ഇരിക്കാം, ഒക്കെ നിഗമനങ്ങൾ മാത്രമാണ്. റസൂലുള്ളാഹിന്റെ പേരാണ് എന്ന് വാദിക്കുന്നവർ പറയുന്നത് ത്വാഹ മാ അൻസൽന അലൈക എന്ന് പറഞ്ഞ് പിന്നീട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണ് അഭിസംബോധന ചെയ്തത്. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ പേരാണ് എന്നും അല്ല യാ റജുല് അല്ലെങ്കിൽ യാ ഹബീബി എന്നൊക്കെയാണ് അർത്ഥം എന്നും ഒക്കെ വാദിക്കുന്നവരൊക്കെ ഇത് പറയാറുണ്ട്. പിന്നെ പറയുന്നത് റസൂലുള്ളാഹിനെ അഭിസംബോധന ചെയ്തത് കൊണ്ടാണ്, അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ പേരാണ് എന്നോ അല്ലെങ്കിൽ ഇങ്ങനെ വിളിക്കുന്ന അഭിസംബോധനയാണ് എന്നോ ഒക്കെ. എന്തായാലും അതേ സംബന്ധിച്ച് നേരത്തെയും നമ്മളിത് വന്നപ്പോൾ സംസാരിച്ചു കഴിഞ്ഞതാണ്. ഏതോ തരത്തിൽ ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കാനാണ് അത് ഉപയോഗിച്ചത് എന്നും മനസ്സിലാക്കാൻ കഴിയും. പാട്ടുകളുടെയൊക്കെ തുടക്കത്തിൽ ഈ ആ അല്ലെങ്കിൽ ഈ എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാകാറുണ്ട്. അതൊക്കെ പാട്ടിൻ്റെ രാഗത്തിലേക്കും താളത്തിലേക്കും ഒക്കെ ശ്രോതാവിൻ്റെ ശ്രദ്ധ ആകർഷിച്ച ശേഷം പിന്നെ വരി പാടുക എന്ന ഒരു ഹിക്മത്ത് ആണ് പ്രയോഗിച്ചിട്ടുള്ളത്. അതാകാം, അതല്ലാതെയും ഇരിക്കാം, അതാണെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. ഏതായാലും അന്ന് എല്ലാവർക്കും അത് സ്വീകാര്യമായിരുന്നു, അതുകൊണ്ടാണ് ആരും അതേക്കുറിച്ച് ചോദിക്കാതിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക. ബാക്കിയൊക്കെ അല്ലാഹു അഅലം. മാ അൻസൽന അലൈക്കൽ ഖുർആന ലിതഷ്ഖ. മാ അൻസൽന നാം ഇറക്കിയിട്ടില്ല, അലൈക്ക താങ്കൾക്ക്, അൽ ഖുർആന ഈ ഖുർആൻ, ലിതഷ്ഖ താങ്കൾ പ്രയാസപ്പെടാൻ വേണ്ടി. ഷഖിയ് ഒന്നുകിൽ പ്രയാസം അനുഭവിക്കുക, അല്ലെങ്കിൽ മഷഖത്തു സഫർ എന്നൊക്കെ പറയും, യാത്രയുടെ പ്രയാസം, അല്ലെങ്കിൽ നിരാശനാവുക, അല്ലെങ്കിൽ മനസ്സ് ശിഥിലമായി മനപ്രയാസം അനുഭവിക്കുക. ഇതിനൊക്കെയാണ് ഷഖി എന്നത് ഉപയോഗിക്കുക. നേരത്തെ വന്നിട്ടുണ്ട്, വലം മക്കും ബി ദുആഇ റബ്ബി ഷഖിയ. ഞാൻ വളരെ വൃദ്ധനായിരിക്കുന്നു, എന്നാലും നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിൽ ഞാൻ ഷഖിയല്ല എന്ന് പറയുന്നുണ്ട്. അഥവാ എനിക്കൊരു പ്രയാസവുമില്ല, എനിക്കൊരു നിരാശയുമില്ല, എനിക്കൊരു വിഷമവുമില്ല, ഇനിയും നിന്നോട് ചോദിക്കാൻ എന്നാണ് അവിടെ അർത്ഥം. എന്നതുപോലെ ഇവിടെ ലിതഷ്ഖ താങ്കൾ ഷഖിയാവാതിരിക്കാൻ, ഷഖിയാകാൻ വേണ്ടിയിട്ടല്ല നാം താങ്കൾക്ക് ഇത് ഇറക്കിയത് എന്നാണ് പറഞ്ഞത്. ഖുർആനിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കിയത് എന്നാണ്. മാ അൻസൽന അലൈക്കൽ ഖുർആന നാം ഇറക്കിയിട്ടില്ല. അപ്പോൾ ഇറക്കിയ ആളാണ് ഇത് പറയുന്നത് എന്ന് ആ വാചകത്തിൽ തന്നെയുണ്ട്. മാ അൻസൽന നാം ഇറക്കിയിട്ടില്ല, അലൈക്ക താങ്കൾക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖുർആൻ ഓതി പഠിപ്പിക്കുകയായിരുന്നില്ല, പകരം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലേക്ക് തൻസീൽ നടത്തുകയായിരുന്നു. ഇൻഷാ അല്ലാഹ് 4-ാമത്തെ ആയത്തിൻ്റെ വിശദീകരണത്തിൽ അത് സംബന്ധമായി നമുക്ക് വിശദമായിട്ട് പറയാം. ഇൻസാൽ, ഈ ഡൗൺലോഡ് എന്ന് നമ്മളിപ്പോൾ പറയുന്ന ആശയമാണ്. അത് അലൈക്ക മുകളിൽ നിന്നാണ് എന്നത് സൂചിപ്പിക്കുന്നുണ്ട്. അൽ ഖുർആൻ, ഖുർആൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഖുർആൻ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് വായന എന്നർത്ഥത്തിൽ. ഫൈദാ ഖറഅനാഹു ഫത്തബിഉ ഖുർആനഹു, നാം പാരായണം ചെയ്താൽ നമ്മുടെ പാരായണത്തെ താങ്കൾ പിന്തുടരുക. അവിടെ പാരായണം അല്ലെങ്കിൽ വായന എന്നർത്ഥത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ ഖുർആൻ വായിക്കപ്പെടുന്നത് എന്ന അർത്ഥത്തിലും ഉപയോഗിക്കും, വായിക്കാനുള്ള സാധനം. എന്തായാലും ഇവിടെ അൽ ഖുർആൻ എന്നത് ഈ ഗ്രന്ഥത്തിൻ്റെ പേരായിട്ടാണ് അല്ലാഹു തആല പറഞ്ഞത്. അതുകൊണ്ടാണ് അൽ ഖുർആൻ, അഥവാ ഈ ഖുർആനിനെ നാം താങ്കൾക്ക് ഇറക്കിയിട്ടില്ല ലിതഷ്ഖ താങ്കൾ ക്ലേശിക്കാൻ അല്ലെങ്കിൽ ബുദ്ധിമുട്ടാൻ വേണ്ടി എന്നർത്ഥം. ഈ ആയത്ത് ഇറങ്ങുന്ന സന്ദർഭത്തിൽ വലിയ പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, നേരത്തെ ആമുഖത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ അനുയായികൾ പലരും അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം തന്നെ അബീസീനിയയിലേക്ക് നാടും വീടും വിട്ട് പലായനം ചെയ്യുകയും അത് മക്കയിൽ വലിയ ചർച്ചയാകുകയും എതിരാളികൾ അതും വിഷയമാക്കുകയും ഇവൻ നമ്മുടെ കുട്ടികളെ വഴിതെറ്റിച്ച് ഇങ്ങോട്ടോ പറഞ്ഞയക്കുകയാണ് എന്നൊക്കെ അവിടെ ചെന്ന് അവരെ പിന്തിരിപ്പിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുകയും
അങ്ങനെയൊക്കെ കടുത്ത എതിർപ്പുകൾ ഒക്കെ നേരിടേണ്ടി വരുന്ന സന്ദർഭത്തിലാണ് ആർക്കും പറയാൻ തോന്നും ഈ പിന്നെ വാചകങ്ങൾ കൊണ്ടാണ് ഈ കുഴപ്പം മുഴുവൻ ഉണ്ടായത്. അല്ല, ഇതങ്ങനെ പ്രയാസപ്പെടുത്താൻ വേണ്ടി ഇറക്കിയതല്ല. പിന്നെ എന്താണ് എന്ന് പറയുന്നുണ്ട്. അടുത്ത ആയത്ത് നോക്കാം. ഇല്ലാ തദ്കിറത്തൻ ലിമൻ യഖ്ശാ. ഇല്ലാ തദ്കിറത്തൻ, തദ്കിറത്ത് ആയിട്ടല്ലാതെ, അഥവാ ഉത്ബോധനം. തദ്കിറ എന്ന് പറയൽ നോട്ടിനാണ്, നോട്ട് ദി പോയിന്റ് എന്നൊക്കെ നമ്മൾ സംസാര ഭാഷയിൽ പറയുമല്ലോ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ശ്രദ്ധിക്കൂ എന്നർത്ഥം. തദ്കിറത്ത് അഥവാ ഉള്ളിലുള്ളത്, മനുഷ്യൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളത് ഓർമ്മിപ്പിക്കുന്നതിനാണ് തദ്കിറത്ത് എന്ന് പറയുക. അല്ലെങ്കിൽ പ്രത്യേകം ശ്രദ്ധ, അവന് ആവശ്യമുള്ള കാര്യങ്ങളിലേക്ക് അവൻ്റെ ശ്രദ്ധ തിരിക്കുന്നതിനാണ്. അതിനാണ് നോട്ട് ദി പോയിന്റ് എന്നൊക്കെ പറയാം. ലിമൻ യഖ്ശ, ഭയപ്പെടുന്നവനും. ഖശിയത്ത് എന്ന് പറഞ്ഞാൽ ഉൾഭയമാണ്. ഖൗഫ് സാധാരണ പേടിയാണ്. ഖശിയത്ത് എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷത്തിൽ പേടിച്ചേരേണ്ട അവസ്ഥയൊന്നും ഉണ്ടാകുകയില്ല. എന്നാൽ ഉള്ളിൽ എന്തിനോടാണോ ഭയം തോന്നുന്നത് അതിനോടുള്ള ഒരു ഗൗരവ ചിന്തയും അതിനോട് സ്വാഭാവികമായിട്ടും ഒരു ആദരവും ഒരു താല്പര്യവും ഒക്കെ ഉണ്ടാകുന്ന ഭയം. അതുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയത്തിന് പൊതുവെ ഉപയോഗിക്കാറുള്ളത് ഖശിയത്തുല്ലാഹിയാണ്. അല്ലാത്തതും മൻ ഖാഫ മഖാമ റബ്ബിഹി എന്നതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഖശിയത്ത് എന്ന് പറഞ്ഞതും ഖൗഫ് എന്ന് പറയുന്നതും, ഖൗഫ് നമ്മൾ പാമ്പിനെയൊക്കെ കാണുമ്പോൾ പേടിച്ചു, ഇങ്ങനെ വരുന്ന പേടിയാണ്. അതിനാണ് ഭാഷയിൽ സാധാരണ ഉപയോഗിക്കുക. ഖശിയത്ത് എന്ന് പറഞ്ഞാൽ ആദരവ്, ഭക്തി മൂലമൊക്കെ ഉള്ള ഒരു പേടിയാണ്. ഇവിടെ പറഞ്ഞത് ഈ ഖുർആൻ പിന്നെ എന്താണ്? അത് ഖശിയത്തുള്ളവന് തദ്കിറയാണ് എന്നാണ് പറഞ്ഞത്. അഥവാ ഈ പ്രപഞ്ചത്തിൽ മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, പടച്ച തമ്പുരാൻ എന്നിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്, ഞാൻ എന്താണ് ഇവിടെ വേണ്ടത്. നമ്മൾ ഉത്തരവാദപ്പെട്ട എന്തെങ്കിലും ഒരു വലിയ കാര്യത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കെ എവിടെയെങ്കിലും ഒന്ന് ചെന്നു, ഇപ്പോൾ ഡോക്ടറെ കാണാൻ വേണ്ടി വലിയൊരു ആശുപത്രിയിൽ ചെന്നു, ഇവിടെ എവിടെയാണ് സമീപിക്കേണ്ടത്, എവിടെയാണ് ചെന്നിരിക്കേണ്ടത്, എങ്ങനെയാണ് കാണേണ്ടത്, ഉയർന്ന സെക്രട്ടേറിയറ്റിൽ ചെന്നു, ആരെയാണ് കാണേണ്ടത്, ഒരു ഉൾഭയം നമ്മെ പിടികൂടും. എന്നിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നൊരു അറിയാതിരിക്കും. അപ്പോഴാണ് നമുക്കൊരു ഫ്രണ്ട് ഓഫീസ് അല്ലെങ്കിൽ മേ ഐ ഹെൽപ്പ് യു എന്ന് എഴുതിയിട്ടൊരാൾ ഇരിക്കുന്നുണ്ടാകും. അയാൾ നമുക്ക് പറഞ്ഞു തരും നിങ്ങളുടെ ആവശ്യം എന്താണ്, അതിന് പോയി കാണേണ്ടത് ആരെയാണ്, സമീപിക്കേണ്ടത് എങ്ങനെയാണ്, അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണ് എന്നൊക്കെ. അതൊക്കെ ആ ഭയത്തിന് പരിഹാരമായിട്ട് ഉണ്ടാകുന്നതാണ്. ഒരു സ്ഥാപനത്തിൽ ചെന്നാൽ ഒരു ഹെൽപ്പറെ കിട്ടിയാൽ വലിയ സന്തോഷമായിരിക്കും. എന്നതുപോലെ ജീവിതത്തിൽ ഞാൻ എന്താണ് വേണ്ടത് പടച്ചവനെ എന്ന ഉൾഭയമുള്ളവന്, അവന് എന്താണ് അവൻ ചെയ്യേണ്ടത് എന്നതിൻ്റെ നോട്ടാണ് പരിശുദ്ധ ഖുർആൻ എന്നാണ് പറഞ്ഞത്. ഇല്ലാ തദ്കിറത്തൻ ലിമൻ യഖ്ശ, പടച്ചവനെ പേടിയുള്ളവന് അവനുള്ള ഉത്ബോധനമാണെന്ന് പറഞ്ഞാൽ അതാണ്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ, നാം ഉത്ബോധനത്തെ ഇറക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഇന്നമാ അന്ത മുദക്കിർ, നീ ഒരു ഉത്ബോധകൻ തന്നെയാണ് അല്ലെങ്കിൽ മാത്രമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത അത് ആലമുൽ അർവാഹിൽ വെച്ച് എല്ലാ മനുഷ്യരെയും എഴുന്നേൽപ്പിക്കുകയും എന്നിട്ട് അലസ്തു ബി റബ്ബിക്കും ഖാലു ബലാ ഷഹീദിന, ഞാനല്ലയോ നിങ്ങളുടെ റബ്ബ്, അതെ അവർ പറഞ്ഞു ഞങ്ങൾ അതിന് സാക്ഷിയാണ്. സൂറത്തുൽ അറാഫിൽ അള്ളാഹു തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹു ഞങ്ങളുടെ യജമാനനാണ് എന്ന ബോധം ആൾറെഡി ഇൻസ്റ്റാൾഡ് ആയ അവസ്ഥയിലാണ് മനുഷ്യൻ ഭൂമിയിലേക്ക് വരുന്നത്. ആ ഉള്ളിലുള്ള ബോധത്തെ പുറത്തേക്ക് കൊണ്ടുവരാൻ, ആ ഉള്ളിലുള്ള ബോധം മനസ്സാക്ഷി എന്നൊക്കെ നമ്മൾ പറയും. അങ്ങനെ മനസ്സാക്ഷി ഉള്ളവനുള്ള നോട്ടാണ്. മനസ്സാക്ഷി ഉണ്ടാകുമ്പോൾ ആ മനസ്സാക്ഷിക്കനുസരിച്ച് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന ഒരു ഖശിയത്ത് ഉള്ളിലുണ്ടാകും മനസ്സാക്ഷിയുള്ളവൻ. അല്ലാത്തവന് അവന് തോന്നിയതൊക്കെ ചെയ്യും. അവനെയാണ് നമ്മൾ തോന്നിയാസി എന്ന് വിളിക്കല്. അങ്ങനെ തോന്നിയാസി അല്ലാത്ത മനസ്സാക്ഷിയുള്ള ആൾക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് പഠിപ്പിച്ചു കൊടുക്കുവാൻ വേണ്ടി ഇറങ്ങിയതാണ്, അല്ലാതെ ഇതാരെയും ഇടങ്ങേറാക്കാൻ വേണ്ടി ഇറങ്ങിയതല്ല എന്നാണ് ആമുഖമായിട്ട് പറയുന്നത്. ഇനിയും അതേ സംബന്ധിച്ച് തന്നെയാണ് അടുത്ത ദിവസം അടുത്ത ആയത്തിൽ ഇൻഷാ അല്ലാഹ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖ്ഖത്തൻ വനദറ.
اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على محمد وعلى آله وصحبه وسلم. الحمد لله رب العالمين.